Hi dears, welcome back to my channel. ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അടുക്കളയിൽ നമുക്ക് പാചകം വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനുള്ള കുറച്ചധികം ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതുപോലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എയർ ഫ്രയറിൽ നമ്മൾ വെക്കുന്ന സിലിക്കൻ്റെ ട്രേയിലേക്ക് ഞാൻ ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞതും, അതുപോലെ തന്നെ നമ്മൾ സാധാരണ എങ്ങനെ നിങ്ങൾ തേങ്ങ ഇട്ടിട്ടാണ് ക്യാബേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഞാൻ ചമ്മന്തിയായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്, തേങ്ങയിൽ ഉപ്പിട്ട കാരണം ഞാൻ ഉപ്പിനി വേറെ ചേർക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കുക, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 180 ഡിഗ്രിയിൽ 5 മിനിറ്റാണ് എയർ ഫ്രയറിൽ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം വെജിറ്റബിൾസൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം അങ്ങ് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ തേങ്ങയൊക്കെ ചേർത്തതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഒക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു മുരിഞ്ഞ പോലെ ആയി വരിക, അതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം നോക്കാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാബേജൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് വെജിറ്റബിൾസൊക്കെ അധികം അങ്ങ് വേവിക്കാതെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് വേവണം എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് എന്നുള്ളത് ഒരു 7 മിനിറ്റ്സൊക്കെ ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാബേജ് ഇല്ലേ അത് അതിലേക്ക് ചേർത്ത് ജസ്റ്റ് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. വളരെ എളുപ്പമല്ലേ ഈ ക്യാബേജ് ഇട്ട് കൊടുക്കാനും ഇളക്കാനും ഒന്നും നിൽക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഗ്യാസിന് ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കണില്ല, അത്രയും സുഖമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് എയർ ഫ്രയർ ആയതുകൊണ്ട് കറണ്ട് ബില്ല് അധികം ആവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്ന പാത്രങ്ങളോ അങ്ങനെ എന്തിനെങ്കിലും എയർ ഫ്രയറിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കൂ കേട്ടോ. എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കണം. ഒരുപാട് ഗ്യാസും അതുപോലെ ഒരുപാട് ടൈമും ആവും. അപ്പോൾ ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തക്കാളി ആയതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 3 മിനിറ്റ് ആദ്യം ഒന്ന് എയർ ഫ്രയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം തക്കാളി ഫ്രിഡ്ജിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് തന്നെ എടുക്കാം. സവാളയൊക്കെ കൂടി ഒന്നിച്ച് ചേർത്ത് പിന്നെ നമുക്ക് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തക്കാളി ഫ്രിഡ്ജിലുള്ളതായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് വാടി വരാനായിട്ട്. അപ്പോഴത്തേക്കും ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളി ഒരു 3 മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി അത് 3ഉം കൂടെ ഇതിൻ്റെ മേലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നിച്ച്, അതായത് തക്കാളി അപ്പോൾ കൂടുതൽ വേവ് ഒന്നുമില്ല, കാരണം തക്കാളി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സവാളയും കൂടി ചേർത്തിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 180 ഡിഗ്രിയിൽ 3 മിനിറ്റാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി നോക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 3 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടെ കൂടുതൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു വഴറ്റി എടുത്തിട്ടുള്ള നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് ഒന്നിച്ച് തന്നെ കുക്കറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്കും ഇത് വെന്തിട്ടുണ്ട്. കണ്ട തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തൊടുമ്പോഴത്തേക്കും ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ വെക്കുമ്പോൾ ഈ സവാള വഴറ്റിയെടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അതൊന്നുമില്ല, അതൊരു മിനിറ്റ് തന്നെ വേണ്ട.
ഇനി അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ എയർ ഫ്രയറിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ നിങ്ങൾക്ക് ചാനലിൽ കയറി കണ്ടു നോക്കാം. ഇത് എല്ലാ ഒരു ചിക്കൻ കറിക്കും ഫിഷ് കറിക്കും എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെയുള്ളതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ചാനലിൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അല്ല സൂപ്പർ ടേസ്റ്റാണ് കറിയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഒന്നങ്ങ് റോസ്മെല്ല് മാറുന്നവരെ വഴറ്റിയെടുത്തിട്ട് ഇതാ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിൽ ചിക്കൻ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു 2 വിസിൽ വരേണ്ട ആവശ്യമുള്ളൂ. അവിടെ നമുക്ക് അധികം ഒന്നും ഗ്യാസ് ചിലവാക്കേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഈ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ അതാ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കറി വെക്കുന്നത് നല്ല തേങ്ങാപ്പാലിലേക്ക് ഒരു 6-7 കാഷ്യൂ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലും കാഷ്യൂവും കൂടെ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. തിളപ്പിച്ചെടുത്താൽ മതി. സംഭവം റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല സൂപ്പറാണ്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ഏത് രീതിക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഞാൻ ഈ ഒരു ചിക്കൻ കറി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമുക്ക് കുക്കിംഗ് എളുപ്പം എങ്ങനെ ചെയ്യാം, അതായത് ഗ്യാസ് നമുക്ക് എങ്ങനെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേപോലെ കറി വെക്കുന്നത് നല്ലതല്ലേ, ഒന്ന് മാറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിളച്ച് വന്നതിൻ്റെ ശേഷം ഉണ്ടല്ലോ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി അത് ചൂടാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി അങ്ങ് ഗ്രേവിയൊക്കെ തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ സൂപ്പറാണ്. ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനിയും ഒരുപാട് നമുക്കിതുപോലെ ഗ്യാസ് ലാഭിക്കാനുള്ള ടിപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. കാരണം ഒന്നിച്ചാവുമ്പോൾ വലിയ ലെങ്തി വീഡിയോ ആയി പോവും. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തോരൻ വെക്കുമ്പോഴും ഒക്കെ ഇതിപ്പോൾ കാബേജ് മാത്രമല്ല, നമുക്ക് ഏതൊരു വെജിറ്റബിൾ വേണമെങ്കിലും ഇതുപോലെ വേവിച്ചെടുത്തിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. കറികളും അതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.